ഞാനിന്ന് എൻ്റെ വീടിൻ്റെ റോഡ് തൊട്ട് നമ്മുടെ വീട്ടിലോട്ട് കയറുന്ന ആ ഒരു ഭാഗം വരെയുള്ള ഇത് നിങ്ങളെ കാണിക്കാം. ചെടികളൊക്കെ ഏകദേശം ഉണങ്ങിയിരിക്കുക. ഇതൊക്കെ മഴ പെയ്താലേ ഇനി ഇതൊക്കെ കയറി വരത്തുള്ളൂ കേട്ടോ. ഇത് കണ്ടോ, ഇതൊരു ചെടിയാണ്. ഇത് കുറേ വർഷം മുന്നേ ഇവിടെ കൊണ്ടുവച്ച ഒരു ചെടിയാണ്. ഇതിന് നല്ല മനോഹരമായ പൂക്കൾ പിടിക്കും കേട്ടോ. ഇത് കണ്ടോ, നല്ല റെഡ് കളറിലെ പൂവാണ്. ഇങ്ങനെ നല്ല ഒരു കായൊക്കെ പിടിക്കുന്നുണ്ട്. എനിക്ക് തോന്നി കായാണോ, ഇതിൻ്റെ തണ്ട് നട്ടാലും കിളിക്കും. ഇതിലിങ്ങനെ ഈ കായൊക്കെ പിടിക്കുന്നുണ്ട്. കായൊക്കെ നിൽക്കുന്ന കാണാം. പിന്നെ ഇത് ഞങ്ങളുടെ വിശ്രമവേളകൾ വന്നിരിക്കുന്ന സ്ഥലങ്ങളൊക്കെയാണിത്. ഞാനതൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട്. ഇതൊരു തെറ്റിയാണ്, ഒരു നെല്ലിമരം ഉണ്ട് ഇവിടെ. പിന്നെ കാണിക്കുന്നത് ഇത് ഒരു മാവാണ്. ഇതിൽ കായ്ക്കുന്നതേ ഉള്ളൂ, പൂ വരുന്നതൊക്കെ ഉള്ളൂ. ഇതും ഒരു മാവാണ്. ഇത് കണ്ടോ, ചില മാങ്ങ പിടിച്ച് നിൽപ്പുണ്ട് കേട്ടോ. ഇത് കുറച്ചൊക്കെ പിടിച്ച് നിൽപ്പുണ്ട്. ഇത് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഒക്കെ മാങ്ങ ഉണ്ട്, നിൽക്കുകയാണ് മാങ്ങ. ഇതൊരു നാരകമാണ്. ഇതിൽ നാരങ്ങയൊക്കെ ഉണ്ട് കേട്ടോ. ഇതിൽ നമുക്ക് വീട്ടാവശ്യത്തിനുള്ള നാരങ്ങ കിട്ടും. ഒക്കെ പഴുത്ത നിൽപ്പുണ്ട്, ഇടയ്ക്കൊക്കെ നിൽപ്പുണ്ട്, നല്ല പഴുത്ത നാരങ്ങ നിൽപ്പുണ്ട്. അതുപോലെ ഇതൊരു മാവാണ്. ഇതിലും കുറച്ച് മാങ്ങയൊക്കെ പിടിച്ചിട്ടുണ്ട്, പൂത്ത് വരുന്നതേ ഉള്ളൂ. കാണാൻ സാധിക്കും. പിന്നെ മാങ്ങ കുറച്ചൊക്കെ ഉള്ളു പൂത്ത് വരുന്നു, എല്ലാം പിടിച്ചു വരുന്നതേ ഉള്ളൂ. ഇതിലും മാങ്ങയുണ്ട്, ഇതിലുണ്ട് മാങ്ങ. ഇതിൽ കുറേ മാങ്ങ പിടിച്ചിട്ടുണ്ട്. ഇതിലും കുറേ ഇതാണ്ട് കണ്ടോ, പിടിച്ചിട്ടുണ്ട് മാങ്ങ. ഇങ്ങനെ പിടിച്ചു വരുന്നതേ ഉള്ളൂ. കാണാമോ, നല്ല മാങ്ങ ഇച്ചിരി വലുതായൊക്കെ അവിടെ നിൽപ്പുണ്ട് മാങ്ങ. ഉണ്ട്, ആദ്യം പിടിച്ചതാണ് ഇടയ്ക്ക്. ഇടയ്ക്കൊക്കെ ഇപ്പോഴും പിടിക്കുന്നുണ്ട്. പിന്നെ ഇതൊരു ബെയറെന്ന് പറഞ്ഞു, റെഡ് കളറിലെ ബെയറാണെന്നാണ് പറഞ്ഞത്. അത് പൂത്ത് വരുന്നുണ്ട്, പൂത്തിട്ടുണ്ട്. സൈഡിൽ വേറെ പൂത്തിട്ടുണ്ട്, ഇതൊരു കായ്ച്ചു തുടങ്ങിയിട്ടില്ല. ഇതൊക്കെ ചെടികൾക്ക് നല്ല മെയിൻ്റനൻസ് ചെയ്തിട്ടില്ല എന്ന് വേണം പറയാൻ. പിന്നെ ഇത് ഒരു ചെടിയാണല്ലോ, എന്ത് ചെടിയാണെന്നൊന്നും പറയാൻ പറ്റത്തില്ല, എനിക്കതിൻ്റെ പേരറിയില്ല. പിന്നെ ഇതറിയാമല്ലോ, ഇതിൻ്റെ പൂ നല്ല രസമാണ്. ഇതെല്ലാം ഇങ്ങനെ മറിഞ്ഞ് വീണ് കിടക്കുകയാണ്. ഇതിൻ്റെ ഇതിൽ കെട്ടി വെച്ചിരുന്നതാണ്. ഈ കെട്ടഴിഞ്ഞു പോയിട്ട് ഇവിടെ വീണ് കിടക്കുകയാണ്. കെട്ടഴിഞ്ഞ് പോയത് ഈ കെട്ടി നിർത്തിയിരുന്നതാണ് അതിൽ. പിന്നെ ഇത് യെസ്റ്റർഡേ ടുഡേ ടുമോറോ എന്നൊക്കെ പറയുന്ന ചെടിയാണ്. ഇതിൽ പല കളറാവും, വയലറ്റ്, വെള്ള, ലൈറ്റ് കളറ്, അങ്ങനെ പല കളറാവും. ഇതൊരു പേരയാണ്. വരുന്നു കുഞ്ഞു വരുന്നു. പിന്നെ ഇതൊരു കുഞ്ഞൊരു പോണ്ടാണ്. ഇതിൽ ഇതൊക്കെ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നതാണ് കേട്ടോ, ഈ ചേമ്പൊക്കെ. ഇതൊരു കൊച്ചൊരു മരക്കുറ്റിയാണ്, അതിൽ ഓർക്കിഡ് വെച്ചിരിക്കുന്നു. ഇത് എന്താ പറയുക, ചെടി എന്നും പൂവാണ് കേട്ടോ, ഇഷ്ടമാതിരി പൂവ്, ഒരുപാട് പൂ കൊലയായിട്ടിങ്ങനെ നിൽക്കുക. നല്ല മണമുണ്ട്, രാത്രിയിലൊക്കെ നല്ല മണമാണ്. നല്ലൊരു
ചെടിയാണിത് കേട്ടോ. പിന്നെ ഇതൊരു കൊച്ചു ലാൻഡ്സ്കേപ്പ് ഗാർഡനാണ്. ഇവിടെ ഒരു ബെഞ്ചൊക്കെ വെച്ചിട്ടുണ്ട്, ബെഞ്ച്. പിന്നെ ഇങ്ങോട്ട് പോയാൽ ഇവിടെ മുറ്റം ഇങ്ങനെ ലാൻഡ്സ്കേപ്പൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിലും ഒരു നല്ല മണമുള്ള പൂ പിടിക്കുന്ന കേട്ടോ. ഇവിടെ ഉണ്ടൊരു മാവ്, അതിൽ മാങ്ങയൊക്കെ പിടിച്ച് നിൽപ്പുണ്ട്. മേളിലോട്ടൊക്കെ ഒരുപാട് മാങ്ങ പിടിച്ച് നിൽപ്പുണ്ട്. ഇവിടെ ഈ ചെടിയാണ് കൊണ്ട് നട്ട് വെച്ചിരിക്കുന്നത് കേട്ടോ. ഇത് നല്ല പൂക്കളാണ്, എന്നും പൂക്കളാണ്. ഇത് കുറ്റിമുല്ലെന്നാണ് കണ്ടൊക്കെ പറയുന്ന ചെടിയാണിത്. ഇതിലും പൂവൊക്കെ പിടിക്കും. ഇത് പലതരത്തിലുള്ള മുള ഐറ്റംസാണ്. ഇതൊരു സർവ്വസുഗന്ധിയുടെ മരമാണ്. ഇതിലൊരുപാട് കിളികളൊക്കെ ഉണ്ട് കേട്ടോ. കിളിക്കൂട് കാണണമെങ്കിൽ ഈ സർവ്വസുഗന്ധിയുടെ ചോട്ടിൽ മരത്തിൻ്റെ മണ്ടയിലോട്ട് കയറിയാൽ മതി, എത്ര വേണേലും ഉണ്ട്. പിന്നെ ഇത് ഒരു മുളയാണ്. ഇത് ഒരു വിളക്കാണ് കേട്ടോ, വിളക്ക്. പിന്നെ ഇതൊരു തെറ്റിയാണ്. പിന്നെ ഇതൊക്കെ ചെടി നട്ടു വെച്ച് നോക്കിയതാണ്. ഒരിടത്ത് കമ്പ് കിട്ടി, ഇപ്പോൾ ഞങ്ങൾ കൊണ്ടുവച്ചതായി, ഉണക്കായോണ്ടല്ലോ. ഇതിലൊരു ചെറിയൊരു പച്ച കാണുന്നുണ്ട്, അത് കിളിക്കുമായിരിക്കും അല്ലേ. ഇത് ഒലിവെന്ന് പറയുന്ന പ്ലാന്റാണ്. ഒലിവ് ചെടി. ഇതൊക്കെ പലതരത്തിലുള്ള പാമ്പുകൾ, സ്നേക്ക് പ്ലാന്റ്. ഇതാണ് ഞങ്ങളുടെ ഇതിൻ്റെ ചെടിക്ക് വെള്ളം ഒഴിക്കും സാധനം കേട്ടോ. ഇവിടെ വെച്ചാണ് ഞാൻ ഓരോന്നൊക്കെ ഉണ്ടാക്കുക. നമുക്ക് പാചകം ചെയ്യണമെങ്കിലൊക്കെ ചെയ്യാം. ഇവിടെ വന്ന് മുറ്റത്തൊക്കെ ഇരുന്ന് കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാൻ സ്ഥലമാണ്. ഇത് ഒരു അടുപ്പാണ്, ഒരു കുഞ്ഞു മാവാണ്. ഇത് വെട്ടിക്കളഞ്ഞിരിക്കുകയാണ്, പക്ഷേ ഇതിൽ ഇങ്ങനെ ട്രിം ചെയ്ത് ഇങ്ങനെ നിർത്തിയിരിക്കുകയാണ്. ഒരു കുഞ്ഞു ഊഞ്ഞാലുണ്ട്, ഊഞ്ഞാലാടണമെങ്കിൽ ആടാം. ഇത് കണ്ടോ, ഇതൊരു കുഞ്ഞൊരു പോണ്ടാണ്. ഇവിടെ ഇങ്ങനെ ഈ ചെടിയുണ്ട് കേട്ടോ. അവിടെ ഉണ്ട് കുറേ ചെടികൾ. ഇവിടെ അങ്ങോട്ട് തിരിയുന്നിടത്ത് ഈ ചെടിയൊക്കെ നട്ടു വെച്ചിരിക്കുകയാണ്. ഇതിൻ്റെ പൂക്കൾ കാരണമാണ് ഇതിനെ കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. കട്ട് ചെയ്ത് നിർത്തിയാൽ മതി. ഇവിടെ ഈ ചെടി കാണാൻ നല്ല ഭംഗിയല്ലേ. ഇതൊരു പോണ്ടാണ്, ഒരു പൂളാണ്. ഇതിൽ നമുക്ക് മോട്ടർ വെച്ചിട്ടുണ്ട്. മോട്ടർ ഇവിടെ നിന്നും ഈ വെള്ളം അവിടെ നിന്ന് ഉത്ഭവിച്ചിട്ട് മോട്ടർ അടിക്കുമ്പോൾ ഇങ്ങനെ അവിടെ നിന്ന് ഒഴുകി ഈ സ്ട്രീം വഴി ഇവിടെ കുളത്തിൽ വന്ന് ചേരും. ആ രീതിയിലാണ് ചെയ്തു വച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ വീട്ടിലെ ലാൻഡ്സ്കേപ്പ് ഗാർഡൻ. പിന്നെ ഇത് മുകളിലോട്ട് പോകുന്ന വഴിയാണ്. ഇതൊക്കെ പലതരത്തിലുള്ള ചെടികളാണ് കേട്ടോ. നട്ടു വെച്ചിരിക്കുന്നതേ ഉള്ളൂ അങ്ങോട്ടൊക്കെ. പിന്നെ കാണാം, അത് ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടുവന്ന ചെടികളാണത്. ഒരു ബാംബൂ ടൈപ്പാണ്. നല്ല രസമാണ്. അതിൻ്റെ പൂക്കൾ കാണാൻ നല്ല രസമാണ്. സിനിമ ലൊക്കേഷനുകൾക്ക്, സിനിമയുടെ പാട്ട് സീനിലൊക്കെ കാണുന്ന ഒരു തരം പൂവുണ്ടല്ലോ, അതൊക്കെയാണെന്നാണ് എൻ്റെ ഒരു തോന്നൽ. ഇതും എനിക്ക് ഇഷ്ടപ്പെട്ടു കൊണ്ടുവന്ന് നട്ട ചെടിയാണിത് കേട്ടോ. ഈ ഒരു ചെടി നല്ലതല്ലേ. അപ്പോൾ ഇത് ഒരു വേപ്പാണ്. പിന്നെ ഇവിടെയും നമുക്ക് ഇരിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കി. എല്ലാം സിമെൻറ്റ് കൊണ്ട് ചെയ്തതാണ്, എൻ്റെ ഹസ്ബൻഡ് ചെയ്യുന്ന പണികളാണ്. പിന്നെ ഇവിടെ ഒരു കൊച്ചൊരു പുൽത്തടിയുണ്ട്. പിന്നെ ഇവിടെ ഒരു ടീപ്പോ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ടീപ്പോയിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചായ കുടിക്കണമെങ്കിൽ ടീപ്പോയിൽ വെച്ചിട്ട് കാര്യം പറഞ്ഞുകൊണ്ടൊക്കെ കഴിക്കണമെങ്കിൽ കഴിക്കാം. ഇതൊരു കൊച്ചു ഗ്രില്ല് ചെയ്യുന്ന സ്ഥലമാണ്. പിന്നെ ഇത് മോന് നടക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഈ കമ്പി ഇങ്ങനെ കൊടുത്തിരിക്കുന്നത് കേട്ടോ, മോനെ നടത്തിക്കാനായിട്ട്. അപ്പോൾ ഇനിയുണ്ട്, ഒരു പൂളും കൂടെ ഉണ്ട്, ഞാൻ കാണിക്കാം. ഇതും ഒരു പൂളാണ്. ഇതിലും ആമ്പലുണ്ട് കേട്ടോ. ഇതിലും ആമ്പലും പിന്നെ പലതരത്തിലുള്ള മഞ്ഞ കളറിലെ ഒരു തരം ചെടി ഇതുമുണ്ട്. വെള്ളത്തിലിടുന്ന പ്ലാന്റാണ്, അതും വിൽപ്പനയ്ക്കുണ്ട്. നമുക്ക് ആമ്പൽ പൂ ഉൾപ്പെടെ തൈ വേണ്ടുന്നവർ കമൻറ്റ് ചെയ്താൽ നല്ലപോലെ ആമ്പൽ
ഒരുപാട് ഇതെല്ലാം പിരിച്ച് നട്ടിരിക്കുന്നതാണ്. എല്ലാത്തിലും പൂവൊക്കെ പിടിച്ചതാണ്. ആമ്പൽത്തൈ വേണമെന്നവർ കമൻറ്റ് ചെയ്താൽ മതി. അങ്ങോട്ടും ലാൻഡ്സ്കേപ്പ് ഗാർഡനുണ്ട്. അവിടെയും കുറച്ച് ഓർക്കിഡും കാര്യങ്ങളുമൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പം ലെങ്തിയായി 10 മിനിറ്റോളമായി. പിന്നെന്ന് പറഞ്ഞാൽ ഞാൻ കാണിക്കാം. ഇതൊരു ഗസബയാണ്. നമുക്കിരിക്കണമെങ്കിൽ ഇവിടെ വൈകിട്ടൊക്കെ വന്നിരുന്ന് ചായയൊക്കെ കുടിച്ച്, ഒരു ടീപ്പൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ ഇരുന്ന് ചായയൊക്കെ കുടിച്ച് നമുക്ക് സമയം സ്പെൻഡ് ചെയ്യാവുന്ന സ്ഥലമാണ്. ഇതൊരു പൂളും ഒരു ആമ്പൽക്കുളവും ഒക്കെ ഉണ്ട് അവിടെ. പിന്നെ ഒരു ഓർക്കിഡിൻ്റെ ഒരു ഇതുണ്ട്, അതും വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ആ പൂളൊക്കെ വിൽപ്പനയ്ക്കാണ്. ഇതാണ് നമ്മളുടെ വീടിൻ്റെ ആ ഒരു മുറ്റം.